കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, ഉപ്പ് നല്ലതാ, പക്ഷെ കാരമില്ലാതെ പോയാൽ നിലത്തിട്ട് ചവിട്ടാനേ കൊള്ളുള്ളൂ. ഇതേപോലെ തന്നെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ നല്ലതാ, പക്ഷെ അതിൽ ദൈവസാന്നിധ്യം ഇല്ലാതെ പോയാൽ നിലത്തിട്ട് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് ആദം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും ശരീരം നിലത്ത് പോയി അല്ലേ. ഇപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ കൂടെ നടക്കണം. അപ്പൊ ഇവരെല്ലാം നിലത്തിട്ട് ചവിട്ടുകയാണ്. പക്ഷെ കാരമുള്ള ഒരുവൻ, അതാണ് ദൈവ സാന്നിധ്യമുള്ള ഒരുവൻ. യേശു പറഞ്ഞു, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച്, അതാണ് കാരം. പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവ സാന്നിധ്യമാണ് കാരം. നമ്മളിലെ കാരം, സ്വർഗീയത, ആ ക്രിസ്തു ഇവിടെ വന്ന് പ്രവർത്തിച്ചു. ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാചി എല്ലാവരെയും നിലത്തിട്ട് ചവിട്ടുന്നത് പോലെ ക്രിസ്തുവിനെയും നിലത്തിട്ട് ചവിട്ടാൻ തക്കവണ്ണം കൊന്നു ഇവിടെ കുഴിച്ചു മൂടി ഗുഹയുടെ ഉള്ളില്. പക്ഷെ സ്വർഗീയ പിതാവ് എന്ത് ചെയ്തു? കാരമുള്ളവനാന്ന് കണ്ടപ്പോ ആ മരണപാശങ്ങളെ അഴിച്ച് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതേപോലെ കാരമുള്ളവരായി നമ്മളും തീർന്നാൽ യേശുവിനെ പോലെ യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളെയും ഉയർപ്പിക്കും. മനസ്സിലായോ?